വയനാട് മുള്ളൻകൊല്ലി മാടപ്പള്ളി ഉന്നതിയിൽ ആഘോഷ പ്രകടനത്തിനിടെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രമണം. സ്ത്രീകൾ അടക്കമുള്ളവർക്ക് നേരെ UDF പ്രവർത്തകർ പടക്കമെറിഞ്ഞു. തെരഞ്ഞെടുപ്പിന് പണം നൽകാനായി കോൺഗ്രസ് പ്രവർത്തകൻ കോളനിയിൽ എത്തിയപ്പോൾ കോളനിവാസികൾ തടഞ്ഞിരുന്നു. സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളവരെ മാനന്തവാടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ ജോഷില ചേരുന്നുണ്ട്. ജോഷില, എന്താണ് UDFന് കാട്ടിക്കൂട്ടാൻ പോകുന്നതിൻ്റെ ഒരു സൂചന മാത്രമാണ് മാടപ്പള്ളി ഉന്നതിയിൽ നിന്ന് വന്നത്? വലിയ തരത്തിലുള്ള ആക്രമണമാണ് കോൺഗ്രസ് അവിടെ നടത്തിയത്. വിജയാഹ്ലാദത്തിൽ മതിമറക്കുകയായിരുന്നു. 9ഓളം സ്ത്രീകൾക്ക് പരിക്കേറ്റാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്താണ് നടന്ന കാര്യങ്ങൾ അവിടെ? സിജു, ഞാനിപ്പോൾ ഉള്ളത് പുൽപ്പള്ളിക്കടുത്ത മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ മാടപ്പള്ളിക്കുന്ന് കോളനി ഉന്നതിയിലാണ്. അതായത് നമുക്കറിയാം, ഈ ഒരു പ്രദേശത്ത് 9ാം വാർഡിൽ ജയിച്ചത് കോൺഗ്രസ് നേതാവാണ്. ഷിനു തച്ചറ എന്ന നേതാവാണ് ഇവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി വിജയിച്ചത്. ഇന്നലെ ഇവിടെ ആഹ്ലാദ പ്രകടനമായിരുന്നു, അവരുടെ വിജയാഹ്ലാദ പ്രകടനമായിരുന്നു. ആ കോളനിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ആ ഉന്നതിയിൽ ഉള്ളവർ തന്നെ ഇതിനെക്കുറിച്ച് എന്താണ് ഇന്നലെ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് അവരോട് തന്നെ ചോദിക്കുന്നതാവും ഏറ്റവും ഉചിതം. അമ്മ, എന്താണ് ഇന്നലെ സംഭവിച്ചത്? സംഭവിച്ചത് അവർ അവിടെ പടക്ക് എറിഞ്ഞിട്ട് ഞങ്ങൾ ദൂരെ നിന്നതാണ്. ഞങ്ങൾ അടുത്തോട്ടൊന്നും പോയില്ല. എറിയടാന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചെറിയുക. എന്നിട്ട് വേഗം എൻ്റെ തല തെറിച്ച് വീണ് കേട്ടോ. വേഗം ഞാൻ തൂത്ത് കളഞ്ഞില്ലായിരുന്നെങ്കിൽ എൻ്റെ തല മൊത്തം കത്തി ഇതായിരുന്നു. അങ്ങനെ മനഃപൂർവ്വം ചെയ്തതാണോ? അത് തന്നെ. അല്ല പിന്നെന്താ, അവർക്ക് വോട്ട് ചെയ്തില്ലെന്നുള്ള ഇതിൽ വൈരാഗ്യത്തിൽ അവർ ചെയ്തതാണ്. അല്ല വേറെ ഒന്നുമല്ല. അവർ ചെയ്തില്ലോ എന്ന് അവരല്ലേ ആലോചിക്കേണ്ടത്. അവർ പിന്നെ എങ്ങനെ ജയിച്ചത്? അവരതിന് മുന്നേ ഇവിടെ വന്നവരാണോ? അവർ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. പൈസയും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർക്ക് കൊടുത്തിട്ട് മുമ്പീട് കൊടുക്കും, പിന്നെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അത് മേടിക്കാനും ആൾക്കാരുണ്ട്. ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. അത് അന്ന് വന്നപ്പോൾ വോട്ടിന് മുമ്പേ അവർ വന്നിരുന്നോ ഇവിടെ? വന്നായിരുന്നു. എന്തിനാ വന്നത്? വന്നതിന് വേണ്ടിയാ, പൈസ കൊണ്ട് കൊടുത്ത് വോട്ട് ചോദിക്കാനും. അല്ലാതെ വരുന്നത് വോട്ടിന് വരുന്നത്. അന്ന് നിങ്ങൾ തടയോ എന്തെങ്കിലും ചെയ്തു? ഞങ്ങളൊന്നും ചെയ്തില്ല. പിന്നെ ഈ തലേദിവസം 6 മണി കഴിഞ്ഞപ്പം വന്നപ്പോൾ ഞങ്ങൾ തടഞ്ഞു. അത് വാസ്തവ, എല്ലാവരും തടഞ്ഞു. ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. കോളനിക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. പുറത്ത് നിന്ന് നിങ്ങൾ വിളിച്ചു കൊടുക്കുകയോ മേടിക്കുകയോ എന്തെങ്കിലും ചെയ്തോളാം. പണം കൊടുക്കാൻ വന്നായിരുന്നു? പണം കൊടുക്കാൻ വന്ന് പണം മേടിക്കുന്നതും കണ്ടു. അത് തടഞ്ഞതാണോ പ്രശ്നം? അത് തടഞ്ഞതാണ് പ്രശ്നം. അമ്മയുടെ പേരെന്താ? പേര് പഞ്ഞമ്മ. എന്തെങ്കിലും പറ്റിയോ എന്നിട്ട് പടക്കെറിഞ്ഞ് എൻ്റെ തല ഉച്ചി പുകച്ചില്ലായിരുന്നു മോളെ. ഞാൻ പിന്നെ വെളിച്ചെണ്ണ എടുത്ത് വരട്ടി ഐസ് ഇട്ട് എടുത്ത് തേച്ച് പുകച്ചില്ലായിരുന്നു. അമ്മ, എന്താ സംഭവിച്ചേ ഇന്നലെ? അതാ ഞാൻ പറഞ്ഞത്. എന്താ സംഭവിച്ചെന്ന്? ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു ഒരു സ്വീകരണം കൊടുക്കാൻ, ഒരു മാല ഇടാൻ. ഞാൻ പറഞ്ഞു എൻ്റെ കൈ പൊങ്ങൂല, എനിക്ക് പറ്റിയല്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ അവിടുന്ന് ഇങ്ങോട്ട് തള്ളിക്കയറി ഇങ്ങോട്ട് വന്നു. അപ്പോൾ എനിക്ക് ഈ വടി കുത്തിയിട്ട് എൻ്റെ കാല് വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ ഇപ്പോൾ അപ്പുറത്തെ പറമ്പിലേക്ക് പയ്യെ പിടിച്ചു പോയിട്ട് ആ കൊന്നെ പിടിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ അയാൾ വന്നിട്ട് എൻ്റെ കയ്യെ പിടിച്ച് അയാൾ അവിടെ പിടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. പിന്നെ ഉന്തി തള്ളി ഇങ്ങോട്ട് വന്നിട്ട് അവർ ഈ വോട്ട് അവർക്ക് ചെയ്തില്ലെന്നും പറഞ്ഞിട്ടാണ് എൻ്റെ മകനെ 2 ദിവസത്തിനകം അവർ ശരിയാക്കി കളയുമെന്നൊക്കെ പറഞ്ഞു, തട്ടിക്കളയുമോ അവർ പറഞ്ഞു. മാലയിടാത്തതിനാണോ പറഞ്ഞത്? മാലയിടാത്തതിനല്ല, വൈരാഗ്യമായിരിക്കും. ഞങ്ങൾ അവരുടെ ഒന്നും ഒരു പൈസ മേടിക്കാൻ ഞങ്ങൾ പോയിട്ടില്ല. എനിക്ക് ഇറങ്ങി നടക്കാത്തതുകൊണ്ട് ഞാൻ എങ്ങോട്ടും ഇറങ്ങാറില്ല. ഇന്നലെ ഈ ഒച്ച കേട്ടപ്പോൾ ഒന്ന് കാണാമെന്ന് ഓർത്തുകൊണ്ട് ഇറങ്ങിപ്പോയതാ. അപ്പോഴാണ് ഇങ്ങോട്ട് തള്ളി തിരിങ്ങി എന്നെ. ഞാൻ പറഞ്ഞു എന്നെ ഉന്തല്ലേ എന്ന് പറഞ്ഞു. ഞാൻ വീഴുമെന്ന് പറഞ്ഞു. അന്നേരപ്പോഴത്തേക്ക് അപ്പുറത്തെ ഒരു വീട്ടിലെ ഒരാൾ വന്ന് എന്നെ അപ്പുറത്തേക്ക് മാറ്റി ആരെങ്കിലും തള്ളിയിടുമെന്നും പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ അവിടെ നിന്നിട്ട് പറഞ്ഞു, ഇവരെയൊക്കെ അടിക്കുന്ന പിള്ളേരെയൊക്കെ ഉന്തി തള്ളിയിട്ട് അടിക്കുന്നുണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അടിക്കല്ലേ എന്ന് പറഞ്ഞു. അവരത് കേട്ടില്ല. അത് കേൾക്കാതെ അപ്പോഴത്തേക്ക് കുറേ എണ്ണം കൊണ്ട് ഓടിച്ചാടി വരുന്നു. ശരിയാക്കിയിട്ടുള്ളെന്ന് പറഞ്ഞുകൊണ്ട് ആ ചെമ്പരത്തിയുടെ ഉള്ളിലേക്ക് തള്ളിയിട്ടിട്ട് ആ പിള്ളേരെ ഇട്ടുകൊണ്ട് അടിക്കുമായിരുന്നു. ചേച്ചി ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നോ? ഇന്നലെ ഞാനിവിടെ ഉണ്ടായിരുന്നു. ഒച്ച കേട്ട് സ്വീകരണം വരുന്ന ഒച്ച കേട്ടുകൊണ്ട് ജയിച്ച പാർട്ടി വരുന്ന ഒച്ച കേട്ടുകൊണ്ട് ഞങ്ങൾ ഇന്നലെ റോട്ടിലേക്ക് പോയി. റോട്ടിലേക്ക് ചെന്ന് നമ്മുടെ വഴിയിലാണ് നിന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഈ കളത്തുപറമ്പിലെ വിജയൻ എന്ന് പറഞ്ഞ ആളുടെ മരുമോനുണ്ട്, സുരേഷ് ബാബു. പുള്ളി ഇവിടുത്തെ ഈ പ്രദേശവാസിയല്ല, അവരുടെ മകളെ കെട്ടിയെന്നുള്ള. അവൻ അമ്പലവയലുകാരനാണ്. അവൻ ഓടി വന്ന് എന്നെ കണ്ടപടി. അപ്പം വോട്ടിൻ്റെ തലേ ദിവസം എൻ്റെ മകനാണിത്, എൻ്റെ മകനെ അടക്കം ഇവിടെ നിന്ന് പറഞ്ഞ് 6 മണിക്ക് ശേഷം ഒരു പാർട്ടിക്കാർ ഞങ്ങളുടെ കോളനിയിലേക്ക് ഇറങ്ങണ്ട,
ആരെ ഞങ്ങൾ ഇറക്കിയാലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ 3 പേര് ഞങ്ങൾ സ്ലിപ്പ് കൊടുക്കാനെന്നുള്ള വ്യാജനെ ഇവർ പണം കൊണ്ട് വന്നു കോളനിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി തടഞ്ഞിറങ്ങണ്ടെന്നും പറഞ്ഞു. അന്നേരം ഇവർ പറഞ്ഞു നിങ്ങളുടെ സ്ഥാനാർത്ഥിയായ ജോബിനെ ഞങ്ങൾ തോപ്പിച്ചിരിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പണം കൊടുത്ത് ഞങ്ങൾ വോട്ട് മറിച്ച് ഞങ്ങൾ ചെയ്യുമെന്ന് തന്നെ പറഞ്ഞു. അത് പറഞ്ഞത് ഷിനു പറഞ്ഞു. ഈ സ്ഥാനാർത്ഥി ഇപ്പൊ ജയിച്ച സ്ഥാനാർത്ഥി അവരും ഉണ്ടായിരുന്നു. പിന്നെ മുണ്ടോക്കുഴി ജോബി ജോഷി പിന്നെ വിജി എന്ന് പറഞ്ഞ ആള് ഞങ്ങളുടെ ഇവിടുന്ന് എൻ്റെ മക്കളെ ഇവരെ അടക്കം എടുത്ത പൊങ്ങാത്ത കല്ല് ഞങ്ങളോട് മാറ്റിയിട്ടുണ്ട്. കല്ലും കുറുവടി കല്ലെടുത്ത് പിന്നെ എറിയാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ പാർട്ടിക്കാർ ആരാന്നറിയത്തില്ല. ഇനി ഞങ്ങളുടെ ആളും ആരാന്നറിയില്ല. കല്ല് പിടിച്ച് മേടിച്ച് അല്ല ഇന്നലെ എൻ്റെ കുഞ്ഞുങ്ങളുടെ തല ബാക്കി ഉണ്ടാവില്ല എറിഞ്ഞ് അതുപോലെ ജനങ്ങൾ ചില്ലിച്ചെതറി നിൽക്കുന്ന സമയമാണ്. എന്നാലും എന്നോട് ഈ ബാബു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഇറങ്ങി വന്നപ്പോൾ ഇവന് എന്നെ ആദ്യം എൻ്റെ ക്രിയ തോണ്ടി. ഞങ്ങൾ അപ്പോൾ ആഹ്ലാദ പ്രകടനം ഈ ഷിനു വന്ന് ഞങ്ങൾക്ക് കൈയൊക്കെ തന്നു. നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് നിന്നത്. ഈ ഷിനു വന്ന് ആദ്യം എൻ്റെ ക്രിയ തോണ്ടിയിട്ട് പറഞ്ഞു ഞങ്ങൾ കോളനിയിലേക്ക് ഇറങ്ങൂല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയില്ലേടി നിനക്കൊക്കെ എന്നാ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ അന്നേരത്തേക്ക് എൻ്റെ പിള്ളേർ എൻ്റെ ബേക്കിൽ നിൽപ്പുണ്ട്. ഇത് പറയല്ല ഇവൻ എൻ്റെ വേഗം എൻ്റെ കഴുത്തിന് പിടിച്ചവൻ ഈ ചെമ്പരത്തിൽ അങ്ങോട്ടേക്ക് തള്ളിയപ്പോഴാണ് കൂട്ടത്തല്ലിന്നലെ ആയത്. കൂട്ടത്തല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആൾക്കാർ തന്നെ വന്നിട്ടാണ് ഞങ്ങൾക്ക് ആണുങ്ങളും അടക്കം പെണ്ണുങ്ങളും അവരുടെ കൂടെ കുറേ പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു. അതാണ് ഇന്നലെ ഉണ്ടായത്. കുഞ്ഞുങ്ങളുടെ ദേഹത്തേക്ക് പടക്കം വാരി എറിഞ്ഞു. അപ്പോൾ ഇവിടെ ഈ കോളനിക്ക് അകത്ത് തന്നെയുള്ള ഒരു വ്യക്തി ഈ പുള്ളിക്കാരി പറഞ്ഞ് അത് പുള്ളിക്കാരിയുടെ പേര് വിജയമ്മ എന്നാണ്. പുള്ളിക്കാരി എന്ത് പറഞ്ഞു പിന്നെ പടക്കം എറിഞ്ഞിട്ടുണ്ടെങ്കിൽ തുണി മാറ്റിക്കൊണ്ട് റോഡിൽ കയറി നിന്നിട്ടല്ലേ പടക്കം എറിഞ്ഞെന്ന് ചോദിച്ചു. ഈ കോളനിക്ക് അകത്തുള്ള വ്യക്തിയാണ്. അതായത് ഈ ഷിനുവിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച ആളാണ്. ഞങ്ങൾക്ക് ഇതെല്ലാം ഞങ്ങൾ കണ്ടോണ്ട് നിൽക്കുന്ന ആൾക്കാരാണ്. കണ്ടു. ഞങ്ങളായിരുന്നു ഞങ്ങളുടെ മേത്തോട്ട് പടക്കം എറിഞ്ഞോണ്ടിരിക്കുക. എറിയണ്ടെന്ന് പറഞ്ഞിട്ട് അവർ എറിഞ്ഞോണ്ടിരിക്കുക. കാലിൽ ചെറുതായിട്ട് പൊള്ളിയിട്ടുണ്ട്. ഇന്നലെ ഞങ്ങളിവിടെ കളിച്ചോണ്ടിരിക്കുവായിരുന്നു എല്ലാവരും കൂടി. അപ്പോൾ ഇവര് ഇന്നലെ മറ്റേ സ്വീകരണത്തിന് വേണ്ടി വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കാണാനും കൊട്ടും പാട്ടൊക്കെ കാണാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു മാല ഇടടി പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മാല ഇടത്തില്ല പറഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങളുടെ പുറകെ ഓടി വന്നു. കുറേ പേര് മദ്യപിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പേടിച്ച് അമ്മേനെ വിളിച്ചുകൊണ്ട് ഓടി വന്നപ്പോഴത്തേക്കും അവർ ഞങ്ങളുടെ പുറകെ വന്നു. അപ്പോൾ ഞാൻ അവിടെ തട്ടി വീണു. അപ്പോൾ വീണപ്പോൾ എൻ്റെ തല ഇടിച്ചു. അപ്പോൾ എനിക്ക് പിന്നെ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഇവിടെ ആദിവാസി ഉന്നതിയിലെ ഇന്നലെ വൈകുന്നേരം സംഭവിച്ചത്. അവരാണ് ഞങ്ങളോട് കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയത്. അത് ജയിച്ചു വന്ന സ്ഥാനാർത്ഥിക്ക് മാലയിട്ടില്ലെങ്കിൽ മകനെ കൊല്ലുമെന്ന് വരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇവിടെ നിന്നും കോൺഗ്രസ് പ്രവർത്തകർ അഴിഞ്ഞാടിയത് എന്ന് വേണം വിശേഷിപ്പിക്കാൻ. ആ രീതിയിൽ ഇവിടെയുള്ള ഉന്നതിക്കാരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് അവർ പെരുമാറിയത്. ജയിച്ചതിൻ്റെ ആഹ്ലാദ പ്രകടനം അത് കോളനിയിലുണ്ടായിരുന്ന ഉന്നതിയിലുണ്ടായിരുന്ന ആളുകൾ അവർ പണം വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവരോട് പകരം വെട്ടുന്ന രീതിയിലാണ് ഇന്നലെ ഇവിടെ മുഴുവൻ ഈ ഉന്നതിയിൽ മുഴുവൻ എത്തി അവരെ ഉപദ്രവിച്ചത്. ഇവരിൽ പലരും മാനന്തവാടി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ ആയിരുന്നു. ഇന്ന് രാവിലെയാണ് അവിടെ നിന്നും ഡിസ്ചാർജായി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. സിജു.